മമത പറയുന്നത് ഞാൻ രാജിവെക്കുന്നില്ല എന്ന് പറയുന്നത്, ഞാൻ രാജിവെക്കുന്നില്ല എന്ന്. ഏതായാലും നമ്മളെ കാരണഭൂതം കഴിഞ്ഞ ദിവസം രാജിവെച്ചിട്ടോ. ഇത് അറിയുന്നതിന് മുമ്പായിരുന്നു, അല്ലെങ്കിൽ മൂപ്പര് രാജിവെക്കില്ലായിരുന്നു. അല്ലല്ല, ഞാൻ രാജിവെക്കില്ല എന്ന് പറയുമായിരുന്നു കാരണഭൂതം. അതിന് ഒരു പക്ഷേ നമ്മുടെ ഈ കാരണഭൂതത്തിന് ശിങ്കിടി പാടുന്ന ഭക്തജന സംഘം അല്ലെ, CPM-ന്റെ ഭക്തജന സംഘം, CPM-ന്റെ അല്ല, പിണറായിയുടെ ഭക്തജന സംഗമം, അങ്ങനെ തന്നെ പറയണം. അങ്ങനെ പിണറായിയുടെ ഭക്തജന സംഘം അല്ലെങ്കിൽ പിണറായിയുടെ ഗുണ്ടാ സംഘം, ഇവരെല്ലാവരും പറയായിരുന്നു പിണറായി രാജിവെക്കണ്ട 102 സീറ്റ് UDF കിട്ടിയാലും നമ്മളെ പിണറായി ഇല്ലാതെ കേരളം ഇല്ല, മറ്റാരുണ്ട് എന്ന് ചോദിക്കായിരുന്നു. ഏതായാലും മമത നേരത്തെ തന്നെ ആ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ കാരണബോധത്തെ അറിയിക്കേണ്ടിയിരുന്നു. മോശായിപ്പോയി. അപ്പൊ രാജിവെക്കില്ല എന്ന് മമത അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഭരണഘടനാപരമായി മമതയെ പിടിച്ച് മാറ്റേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കും, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് 3 പേര്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇത് ഒന്ന് കോൺഗ്രസിൽ KC വേണുഗോപാൽ വേണമെന്ന് ഒരു പക്ഷം പറയുന്നു, VD സതീശൻ വേണമെന്ന് മറുപക്ഷം, മറ്റൊരു പക്ഷം രമേശ് ചെന്നിത്തല വേണമെന്ന് പറയുന്നു. അപ്പൊ ഇതില് നമ്മളിങ്ങനെ ഈ വിമർശിക്കാനൊന്നുമില്ല. ഈ ഹൈക്കമാൻഡ് സ്വാഭാവികമായും ഇതിനൊക്കെ ഒരു വ്യവസ്ഥാപിത മാർഗങ്ങളുണ്ട്. ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക. ഈ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ അഭിപ്രായം ചോദിക്കും. ഘടകകക്ഷികളോട് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, ചോദിക്കാം. ഘടകകക്ഷികളോട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഏറ്റവും പ്രബലമായ കക്ഷിയായി, അല്ലെങ്കിൽ ഇവരുടെ വിജയം എന്ന് പറയുന്നത് 27 സീറ്റിൽ മത്സരിച്ചിട്ട് 22 സീറ്റിലും വിജയം നേടിയ, പ്രത്യേകിച്ചും കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം എന്നൊക്കെ പറഞ്ഞാൽ, കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം എന്ന് പറഞ്ഞാൽ 85,000 വോട്ടിന് അല്ലെ, 85,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഇവിടെ പിണറായിക്ക് ആകെ കിട്ടിയത് അത്രയും വോട്ടാണ്. മരോന് അത്രയും വോട്ട് കിട്ടിയില്ല. അപ്പോഴാണ് ഇവർക്കൊക്കെ കിട്ടിയ, അതായത് പിണറായിക്കും മരോനും കിട്ടിയ വോട്ടിനേക്കാൾ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ ജയിക്കുന്നത് കേട്ടോ. അപ്പം ലീഗിനോട് ചോദിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരായിരിക്കും എന്നുള്ളത് അതിപ്പോ വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ തന്നെ തീരുമാനമാകും. എങ്കിലും ഇപ്പൊ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് മുന്നിലുള്ള പ്രധാന പ്രശ്നം ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. 3 പേരും കട്ടക്ക് നിൽക്കുന്നവരാണ്. 3 പേർക്കും അവരവരുടേതായ എന്താ പറയാ യോഗ്യതകളുണ്ട്. ഒന്ന് ഇപ്പൊ KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത് KC വേണുഗോപാലിനാണ്. അപ്പൊ KC വേണുഗോപാലിന് ഇപ്പൊ രാഹുൽ ഗാന്ധി യെസ് എന്ന് പറഞ്ഞാൽ തീർന്നു, KC തന്നെ. കാരണം AICCയിലെ ഏറ്റവും, അല്ലെങ്കിൽ നമ്മുടെ ഹൈക്കമാൻഡിന്റെ ഭാഗം എന്ന് തന്നെ പറയാവുന്ന KC വേണുഗോപാലിന് കേരളത്തിലെ മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഒരു പ്രശ്നമില്ല. KC വേണം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ KC കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ക്ഷീണമായിരിക്കും അത്. കാരണം KCയുടെ ആ വിടവ് നികത്താൻ അത്ര പെട്ടെന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KCയെ ദേശീയ രാഷ്ട്രീയം മതി, ഇനി കേരളത്തിലേക്ക് അയക്കോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് സാധ്യത കുറവാണെന്നാണ് മറ്റൊരു കാര്യം. അതായത് KCക്ക് എല്ലാവിധ അർഹതയുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ. മറ്റൊന്ന്, കേരളത്തിൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് സാധാരണ നിങ്ങൾക്ക് അറിയോ, ഈ കോൺഗ്രസ്സുകാര് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇവർക്ക് പൈസ ഉണ്ടാവില്ല, പ്രചാരണത്തിന് പൈസ ഉണ്ടാവില്ല. പക്ഷെ ഇത്തവണ വോട്ടെടുപ്പിന് കാശിന് ഒരു കുറവുണ്ടായിരുന്നില്ല. ഇതിനൊക്കെ സഹായിച്ചത്, ഫണ്ടിങ് നടത്തിയത് KC ആണ്. KC വിചാരിച്ചതോടൊപ്പം മറ്റേ രേവന്ത് റെഡ്ഡിയുടെ ഒക്കെ കർണാടകയിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ തെലങ്കാനയിലാവട്ടെ കർണാടകയിലാവട്ടെ, ഈ മറ്റു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് എന്താ പറയാ, ആവശ്യത്തിലേറെ പിന്തുണ എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ പിന്തുണ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സഹായം, ഏറ്റവും വലിയ ഒരു എന്താ പറയാ, ഈ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഫണ്ടിങ് നടത്തുന്നതിൽ ഏറ്റവും പ്രമുഖമായ സ്ഥാനം വഹിച്ചത് KC തന്നെയാണ് കേട്ടോ. KC കേരള ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ശക്തമായി ഇടപെടാതിരുന്നെങ്കിൽ ഇത്രയും മിന്നുന്ന വിജയം കോൺഗ്രസിന് നേടിയെടുക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം സാമ്പത്തികമായി ഇവരാകെ ദുർബലമാകും. അപ്പം മറ്റൊന്ന്, KCയെ സംബന്ധിച്ചിടത്തോളം KCക്ക് ഭരണപരിചയമുണ്ട്. KC ഈ തെരഞ്ഞെടുപ്പിനെ ഇപ്പൊ VD സതീശനാണ് മുന്നിൽ നിന്ന് നയിച്ചത് എന്നൊക്കെ ആണെങ്കിലും KCയുടെ ഒരു ശക്തമായ ഇടപെടലുണ്ടായിരുന്നു. എല്ലാ മണ്ഡലത്തിലും, പരമാവധി മണ്ഡലങ്ങളിൽ KC പോവുകയും പ്രചാരണങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ KC അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. മറ്റൊന്ന് VD സതീശനാണ് ഒരു ടീം UDF എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ആവേശം പകർന്നത്. അപ്പം VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഈ കഴിഞ്ഞ 5 വർഷം എന്ന് പറഞ്ഞാൽ
പിണറായി വിജയനെ വിറപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ ഏറ്റവും മികച്ച ഒരു പ്രകടനമാണ് വി ഡി സതീശൻ കാഴ്ചവെച്ചത്. ഈ യാത്ര ഉണ്ടല്ലോ, എന്താ പറയാ, പുതുയുഗ യാത്രയൊക്കെ ഏറ്റവും ഒരു ആവേശം വർദ്ധിപ്പിക്കാൻ വി ഡി സതീശന് കഴിഞ്ഞു. വി ഡി സതീശന്റെ നിലപാടുകളുടെ കാർക്കശ്യം, ഇതൊക്കെ വി ഡി സതീശനെ വേറിട്ട് നിർത്തുന്ന ഘടകങ്ങളാണ്. മാത്രമല്ല ഈ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് താല്പര്യം വി ഡി സതീശനോടാണ്. മറ്റൊന്ന് വി ഡി സതീശനുള്ള പോപ്പുലാരിറ്റി, അതായത് ഏറ്റവും കൂടുതൽ എന്താ പറയാ, നമ്മുടെ ഇവരുടെ അണികൾ, കോൺഗ്രസിന്റെ അണികൾ ഏറ്റവും കൂടുതൽ പിന്തുണ വി ഡി സതീശന് തന്നെയാണ്. ഇനി രമേശ് ചെന്നിത്തലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, രമേശ് ചെന്നിത്തലയോളം സീനിയോറിറ്റി. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന് കൊടുത്ത ഇന്റർവ്യൂ ഉണ്ട്. ചെന്നിത്തല പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും സീനിയർ ഞാനാണ്. ശരിയാണ്. ഈ 3 പേരിൽ വെച്ചിട്ട് സീനിയോറിറ്റി കണക്കാക്കുകയാണെങ്കിൽ അത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. മറ്റൊന്ന്, രമേശ് ചെന്നിത്തലക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാനൊരു ധാർമ്മികമായ ബാധ്യത ഹൈക്കമാൻഡിന് ഉണ്ട് കേട്ടോ. കാരണം 2011 എന്താ പറയാ, ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറഞ്ഞത് ചെന്നിത്തലയാണ്. യഥാർത്ഥത്തിൽ ചെന്നിത്തലക്ക് മുഖ്യമന്ത്രി ആകാമായിരുന്നു. പക്ഷെ സീനിയോറിറ്റി കണക്കെടുത്തിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കൊടുത്ത ആളാണ് ചെന്നിത്തല. അത് കഴിഞ്ഞിട്ട് ഈ 2016 മുതൽ 2021 വരെ, ഈ 2021 മുതൽ 2026 വരെ എപ്രകാരമായിരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി തിളങ്ങിയത്, ഒരുപക്ഷെ അതിനേക്കാൾ മുകളിലായിരുന്നു 2016 മുതൽ 2021 വരെ രമേശ് ചെന്നിത്തലയുടെ പോരാട്ടങ്ങൾ. യഥാർത്ഥത്തിൽ പോരാട്ടങ്ങളായിരുന്നു. പിണറായി വിജയന്റെ ഓരോരോ നീക്കങ്ങളും, പിണറായി വിജയൻ സർക്കാരിന്റെ ഓരോരോ എന്താ പറയാ, അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ ജാഗരൂകമായി അതിനെ നിരീക്ഷിക്കുകയും അതിനെ മനസ്സിലാക്കുകയും അതിനെ പഠിക്കുകയും അതിനെ വിമർശിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്ത രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് പോരാട്ട വീര്യത്തിന്റെ സമാനതകളില്ലാത്ത നേതാവാണ് കേട്ടോ. പിന്നെ മറ്റ് സൗഹാർദ്ദം അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളുമൊക്കെയായുള്ള ഇടപഴകൽ, എന്ത് പ്രശ്നങ്ങളും അത് സമവായത്തിലെത്തിക്കാനുള്ള കഴിവ് വി ഡി സതീശന്റെ അത്ര കാർക്കശ്യമില്ല എന്നുള്ളത് വളരെ ഒരു ലൂസായ, വളരെ എന്താ പറയാ, സ്വതന്ത്രമായ ആർക്കും ഇടപെടാൻ പറ്റാവുന്ന ആ രീതിയിലുള്ള ഒരു ജനകീയനാണ് രമേശ് ചെന്നിത്തല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പൊ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഇയാളാണ് നല്ലത് അല്ലെങ്കിൽ ഒരാളാണ് നല്ലത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു പ്രത്യേക പക്ഷത്ത് നിലയുറപ്പിച്ച ആൾക്കാർക്ക് പറയാം. ഇപ്പോൾ കെ സിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ച ആൾക്ക് കെ സി വേണമെന്ന് പറയാം, അല്ലെങ്കിൽ വി ഡി സതീശന്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് വി ഡി സതീശൻ വേണമെന്ന് പറയാം, ചെന്നിത്തലയുടെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് ചെന്നിത്തല വേണമെന്ന് പറയാം. പക്ഷെ നിഷ്പക്ഷമായി നോക്കുമ്പോൾ ആര് എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പൊ ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾ ഉണ്ടാവും. അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ MLA മാർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കെ സിയെ തെരഞ്ഞെടുത്ത് കൊള്ളണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കെ സിയെ അടർത്തി മാറ്റുക എന്നുള്ളത് ഒരു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ കെ സി അവിടെ വേണം എന്ന് തോന്നിയാൽ കെ സി വരാൻ സാധ്യതയില്ല. മറ്റൊന്ന്, കെ സിക്ക് ഈ സതീശനും രമേശ് ചെന്നിത്തലയും ഈ 2 നേതാക്കന്മാരിൽ താല്പര്യം ചെന്നിത്തലയോടാണ്. അപ്പൊ കെ സിയുടെ ഒരു താല്പര്യത്തിൽ ചെന്നിത്തല മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, ചെന്നിത്തല മുഖ്യമന്ത്രിയാവുന്ന ഒരു മന്ത്രിസഭയിൽ വി ഡി സതീശൻ ചിലപ്പോൾ അതിൽ എന്താ പറയാ, പങ്കാളി ആവണമെന്നില്ല. കാരണം വി ഡി സതീശന്റേതായ നിലപാടുകളും അതിനനുസരിച്ചുള്ള വ്യക്തിത്വമുള്ള ഒരു നേതാവ് തന്നെയാണ്. അപ്പം വി ഡി സതീശൻ പിടങ്ങിക്കഴിഞ്ഞാൽ അത് അതിലേറെ ദോഷം ചെയ്യും. പ്രത്യേകിച്ചും അതായത് ഈ ജനറൽ പബ്ലിക് ഉണ്ടല്ലോ, അതായത് ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഭയങ്കര മനോവിഷം ഉണ്ടാവും സതീശൻ മാറ്റി നിർത്തിയാൽ. എനിക്ക് തോന്നുന്നത് ഒരു സാധ്യത ഉള്ളത് ഇത് പങ്കിടുക എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു 2.5 വർഷം ചെന്നിത്തലയും അത് കഴിഞ്ഞിട്ടുള്ള 2.5 വർഷം സതീശനും എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ അടുത്ത വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയും 2031 തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന് എന്താ പറയാ, മുഴുനീള ഒരു മുഖ്യമന്ത്രി ആവുകയും ചെയ്യാവുന്ന തലത്തിലേക്കുള്ള ഒരു കോംപ്രമൈസ് ചിലപ്പോൾ നിന്നേക്കും. പകുതി 2.5 വർഷം ചെന്നിത്തല, 2.5 വർഷം സതീശൻ, എന്നിട്ട് കെ സി എന്താ പറയാ, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കെ സി നയിക്കുന്ന സർക്കാരിൽ ഈ 2 ഉപമുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ ഇവർക്ക് അർഹമായ മന്ത്രിസ്ഥാനങ്ങളോ കൊടുക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് തീർത്തു പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അപ്പം മാതൃഭൂമി പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വഴി എന്ന് പറയുന്നുണ്ട് കെ സി വേണു ഈ 3 പേരുടെയും എന്താ പറയാ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതിൽ കെ സി വേണുഗോപാലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് AP അനിൽകുമാറിനെയും മാത്യു കുഴൽനാടിനെയും കേന്ദ്രീകരിച്ചാണ് കെ സി പക്ഷത്തിന്റെ നീക്കം. കോൺഗ്രസിന്റെ 63 MLA മാരിൽ 52 പേരും അല്ലെ 63-ൽ 52 പേരും കെ സി വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് അദ്ദേഹത്തോടൊപ്പമുള്ളവർ അവകാശപ്പെടുന്നു. എ വിഭാഗത്തിൽപ്പെടുന്ന MLA മാർ 18ഓളം വരുമെന്നും അവരിൽ ഭൂരിഭാഗവും കെ സിയെ ആയിരിക്കും പിന്തുണയ്ക്കുക എന്നുമാണ് അനുമാനം. വി ഡി സതീശനാവട്ടെ പ്രതിപക്ഷ നേതാവും UDF ചെയർമാനും എന്ന നിലയിൽ പാർട്ടിയെയും മുന്നണിയെയും ചരിത്ര വിജയത്തിലേക്ക് നയിച്ചതിന് വി ഡി സതീശനുള്ള സ്വാഭാവിക പ്രതിഫലമാണ് മുഖ്യമന്ത്രി സ്ഥാനമെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ പക്ഷം.
മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ മാറ്റി നിർത്തിയാൽ അദ്ദേഹം മന്ത്രിസഭയിൽ തന്നെ ചേരാതെ മാറി നിൽക്കും എന്ന പ്രചാരണവും ശക്തമാണ്. ചെന്നിത്തലയാവട്ടെ സീനിയോറിറ്റി മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നതെങ്കിലും സീനിയോറിറ്റി അതിനൊരു മാനദണ്ഡം തന്നെയാണെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. 2011 ഉമ്മൻചാണ്ടി തന്നെക്കാൾ സീനിയർ ആയതിനാൽ അദ്ദേഹത്തിന്റെ പേര് താൻ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം MLA-മാരിൽ തനിക്ക് ഭൂരിപക്ഷമുണ്ടായിട്ടും തന്നെ പ്രതിപക്ഷ നേതാവാക്കാത്തത് ഹൈക്കമാൻഡിന്റെ തീരുമാനം മറിച്ചായതിനാലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 24 പേരുടെ പിന്തുണയാണ് ചെന്നിത്തല ക്യാമ്പ് അവകാശപ്പെടുന്നത്. MLA-മാരോട് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമ്പോൾ KC വേണുഗോപാലിന് പിന്തുണ ലഭിക്കുക സ്വാഭാവികമാണ്. സീനിയോറിറ്റിയുടെ കാര്യത്തിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, അത് വളരെ വ്യക്തമാണ്. അത് രമേശ് ചെന്നിത്തലയാണ്. 102 എന്ന് പറയുന്ന ഒരു മാജിക് നമ്പറിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടിവേഷൻ നൽകിയത്, ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് ഇതിന്റെ പട്ടനായകൻ ആരാണ്? VD സതീശനാണ്. മൂന്ന് പേരും കട്ടക്ക് നിൽക്കുകയാണ്. ഇവിടെയാണ് ഹൈക്കമാൻഡും ആകെ പ്രതിസന്ധിയിലാകുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പേജിലെ വാർത്തകൾ. ഇതിന്റെ ഉള്ളിലെ പേജിലേക്ക് പോകുമ്പോൾ ഉള്ളിലെ പേജിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഉള്ളിലെ പേജിലെ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.